നമസ്കാരം. പ്രധാന വാർത്തകൾ. പാലക്കാട് KSU നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. മാർച്ച് നടത്തിയത് പോലീസ് പീഡനം ആരോപിച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചില പോലീസുകാർ അഴിയെണ്ണിയും അലഞ്ഞുതിരിഞ്ഞും നടക്കേണ്ടി വരുമെന്ന് KPCC അംഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. ഷൊർണൂർ കൊളപ്പള്ളി പാതയിലെ അറ്റകുറ്റപ്പണികളിൽ വലിയ അപാകതയെന്ന പരാതി. ആരോപണം ഉന്നയിച്ച് നഗരസഭ BJP കൗൺസിലർമാർ രംഗത്ത്. ഷൊർണൂരിലെ ജനങ്ങളോട് MLA മറുപടി പറയണം. പ്രവർത്തികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് BJP നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം K. രാധാകൃഷ്ണൻ MP. കേരളം പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന പ്രഖ്യാപനം നവംബർ 1 നടക്കുമെന്നും MP. ജില്ലയിലെ മുതിർന്ന CPM നേതാവായ M. വാമനന്റെ 11ാം ഓർമ്മദിനത്തിൽ വാണിയംകുളത്ത് വാമനൻ സ്മൃതി സംഘടിപ്പിച്ച് CPM. ഇടതു സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ. തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും P. മുരളീധരൻ. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വഞ്ചന നയങ്ങൾക്കെതിരെ BMS ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് മുനിസിപ്പൽ തലങ്ങളിൽ പദയാത്ര. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP. എന്താണ് അധികാരപരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി MP. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാം മൂളികളായി മാറി. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ശേഖരിക്കാനുള്ള സജ്ജീകരണം 80 മുതൽ 100 യൂണിറ്റ് വരെ. ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് ആശ്വാസമാകും. ബ്ലഡ് ബാങ്ക് ഒരുക്കിയത് MLA ഫണ്ടിൽ നിന്നും 73.5 ലക്ഷം രൂപ ചെലവിൽ. വാർത്തകൾ വിശദമായി. പോലീസ് പീഡനം ആരോപിച്ച് KSU നടത്തിയ പാലക്കാട് SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. പലതവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വനിതാ പ്രവർത്തകരെ പോലീസ് വലിച്ചിഴച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചില പോലീസുകാർ അഴിയെണ്ണിയും അലഞ്ഞുതിരിഞ്ഞും നടക്കേണ്ടി വരുമെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച KPCC അംഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറഞ്ഞു. കോൺഗ്രസ്, യൂത്ത് കോൺഗ്രസ്, KSU പ്രവർത്തകരെ പോലീസ് തെരഞ്ഞുപിടിച്ച് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയുമാണ്. പിണറായിയുടെ തണലും സംരക്ഷണവും എക്കാലവും ഉണ്ടാകില്ലെന്ന് പോലീസുകാർ ഓർത്തുവെക്കണം. നിയമത്തെയും കാക്കിയെയും ബഹുമാനിക്കുന്നതുകൊണ്ടാണ് ചില പോലീസുകാരും കുടുംബവും നിരത്തിലിറങ്ങി നടക്കുന്നത്. ചവിട്ടിയാൽ കടിക്കാത്ത പാമ്പില്ലെന്ന് പോലീസുകാർ തിരിച്ചറിയണം. രാജ്യദ്രോഹ കുറ്റം ചെയ്തവരെ പോലെയാണ് പോലീസ് സമരക്കാരോട് പെരുമാറുന്നത്. ആഭ്യന്തര വകുപ്പ് നിയന്ത്രിക്കുന്നത് വാഴയാണെന്ന് വീണ്ടും വീണ്ടും തെളിയിക്കപ്പെടുകയാണെന്നും റിജിൽ ചന്ദ്രൻ മാക്കുറ്റി പറഞ്ഞു. ഞങ്ങളുടെ സുജിത്തിനെ നീ കായംകുളത്തുള്ള സമയത്ത് നിന്റെ പോലീസ് ഗുണ്ടകളെ ഉപയോഗിച്ച് നീ തല്ലി. ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഇതുപോലെ അപമാനിച്ച് നീ കോടതിയിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നിനക്കുണ്ട് കുടുംബം, നിനക്കുണ്ട് മക്കള്, നിനക്കും ആളുകളുണ്ട്. ആ രൂപത്തിലേക്ക് ഞങ്ങൾ കൈകാര്യം ചെയ്താൽ നീയും നിന്റെ കുടുംബമൊന്നും തെരുവിലുട്ട പുറത്തു പോകില്ല എന്ന് പറയാൻ കൂടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഭീഷണിയൊന്നല്ല, സഹിക്കുന്ന അതിലുണ്ട്. ഞങ്ങൾ അങ്ങനെ പോലീസിനെ ആക്രമിച്ചുകൊണ്ട് പോലീസിനെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരല്ല ഞങ്ങൾ. പക്ഷേ ചവിട്ടിയാ കടിക്കാതെ പാമ്പില്ലെന്ന് പോലീസുകാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ക്ഷമിച്ച് സഹിച്ച് ഒരു വേള ആ ക്ഷമ നശിച്ചാൽ വരാൻ പോകുന്ന ഭവിഷ്യത്ത് നേരിടാൻ പിണറായി വിജയനല്ല, പിണറായി വിജയന്റെ മൂത്താപ്പമാർ വന്നാലും നിങ്ങളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ലെന്ന് പോലീസുകാരോട് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇത് വെല്ലുവിളി തന്നെയാണ്. ഇങ്ങനെ ഭയപ്പെട്ട് ഇങ്ങനെ കീഴ്പ്പെട്ടു പോകാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ 3ാം ടേം വരുമെന്ന് നിങ്ങൾ ധരിക്കേണ്ട. ഇതിനൊക്കെ പലിശ സഹിതം, കൂട്ടുപലിശ സഹിതം തിരിച്ചടിച്ചിട്ട് മാത്രമേ ഓരോ KSUക്കാരനും ഓരോ യൂത്ത് കോൺഗ്രസുകാരനും ഉറക്കം വരുമെന്നുള്ളത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് സമരക്കാർ ഏറെ നേരം കഴിഞ്ഞിട്ടും പിരിഞ്ഞു പോകാത്തതിനെ തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. നിരവധി തവണ ജലപീരങ്കി ഉപയോഗിച്ചപ്പോഴും പ്രവർത്തകർ ചെറുത്തുനിന്നു. ഒടുവിൽ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടെയാണ് വനിതാ പ്രവർത്തക ഗൗജ വിജയകുമാറിന്റെ മുടിക്കുത്തിന് പോലീസ് പിടിച്ച് വലിച്ചിഴച്ചത്. ജില്ലാ പ്രസിഡന്റ് നിഖിൽ കണ്ണാടി അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജയഘോഷ്, ഗൗജ വിജയകുമാർ,
നിതിൻ ഫാത്തിമ, അജാസ് കുഴൽമന്ദം, ഡിജു, ദിലീപ് നെല്ലിയമ്പതി, സ്മിജ രാജൻ, രോഷിത്, അനുജ ഹരിദാസ്, ഗൗരിക എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ കുളപ്പുള്ളി പാതയിലെ അറ്റകുറ്റപ്പണിയിൽ വലിയ രീതിയിലുള്ള അപാകതയെന്നാരോപിച്ച് നഗരസഭ BJP കൗൺസിലർമാർ രംഗത്തെത്തി. മാനദണ്ഡങ്ങൾ പാലിക്കാതെ PWD ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയാണെന്നും BJP കുറ്റപ്പെടുത്തി. ഷൊർണൂരിലെ ജനങ്ങളോട് MLA മറുപടി പറയണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തിരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ ഷൊർണൂരിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് ഗിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയാണ് 25 ലക്ഷം രൂപ അനുവദിച്ചത്. പാതയുടെ അറ്റകുറ്റപ്പണിക്കായി നൽകിയ 25 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ഇപ്പോൾ PWD അധികൃതർ ചെയ്യുന്നതെന്നും BJP കൗൺസിലർമാരായ EP നന്ദകുമാർ, K പ്രസാദ്, ലേഖ രമേശ്, നിഷ ശശികുമാർ എന്നിവർ കുറ്റപ്പെടുത്തി. ഷൊർണൂരിലെ ജനങ്ങളുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്നും MLAയും PWDയും ഇത് മനസ്സിലാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. ഷൊർണൂരിലെ ജനങ്ങളുടെ MLA മറുപടി പറയണമെന്നും കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. കുളപ്പള്ളി കൊച്ചിൻപാലം വരെയുള്ള PWD റോഡിൻ്റെ പാച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ രീതിയിലുള്ള അപാകതയാണ് അതിൽ ചൂണ്ടിക്കാണിക്കാനുള്ളത്. മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനം PWD നടത്തുന്നത്. ഇതിൽ MLA ഷൊർണൂരിലെ ജനങ്ങളോട് മറുപടി പറയേണ്ടതുണ്ട്. ജനങ്ങളുടെ പരാതി ഉയർന്നപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന സാഹചര്യത്തിൽ അവരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി ജിമ്മിക്ക് കാണിക്കാൻ വേണ്ടിയാണ് ഈ 25 ലക്ഷം രൂപ അനുവദിച്ചിരിക്കുന്നത്. ഇത്തരം രീതിയിലാണ് പാതയിലെ അറ്റകുറ്റപ്പണികൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് BJP നേതൃത്വം നൽകുമെന്നും കൗൺസിലർമാർ മുന്നറിയിപ്പ് നൽകി. ആ 25 ലക്ഷം രൂപ കടലിൽ കായം കലക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തുന്നത്. വലിയ പരാതികളാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇത്തരത്തിലുള്ള ജനങ്ങളുടെ ഷൊർണൂരുകാരുടെ ക്ഷമയെ പരീക്ഷിക്കരുതെന്ന് MLAയും PWDയും മനസ്സിലാക്കിയാൽ നന്ന്. ഈ രീതിയിലാണ് ഇവിടുത്തെ റോഡിൻ്റെ പണി മുന്നോട്ട് പോകുന്നതെങ്കിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP. കേരളം പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന പ്രഖ്യാപനം നവംബർ 1 നടത്തുമെന്നും MP പറഞ്ഞു. M വാമനന്റെ 11ാം ഓർമ്മ ദിനത്തിൽ വാണിയംകുളത്ത് CPM സംഘടിപ്പിച്ച വാമനൻ സ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു K രാധാകൃഷ്ണൻ. പാലക്കാട് ജില്ലയിലെ മുതിർന്ന CPM നേതാവായിരുന്ന M വാമനന്റെ 11ാം ഓർമ്മ ദിനത്തിൽ വാണിയംകുളത്തെ വാമനൻ സ്മൃതി സംഘടിപ്പിച്ചു. CPM വാണിയംകുളം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP പരിപാടി ഉദ്ഘാടനം ചെയ്തു. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളം പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന പ്രഖ്യാപനം നവംബർ 1 നടത്തുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഒരുപക്ഷെ ഇന്ന് നമ്മൾ കാണുന്ന ഈ അന്തരീക്ഷവുമായി ഒട്ടേറെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം രംഗത്തുണ്ടായിരുന്നു. നമുക്കറിയാം, EMSന്റെ കഥ നാം വായിക്കുന്ന സന്ദർഭത്തിൽ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ നമുക്കെല്ലാം തിരിച്ചറിയുന്ന കാര്യമുണ്ട്. ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ നേരിട്ടുകൊണ്ടാണ് സമൂഹത്തിന് അല്ലെങ്കിൽ സമുദായത്തിന് തന്നെ വലിയ എതിർപ്പുകൾ നേരിട്ടു. ആ സമുദായത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾക്കെതിരായി പോരാടുക. അതിനുശേഷമാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കെതിരായി പോരാടുക എന്ന ദൗത്യം ഏറ്റെടുത്തത്. എതിർപ്പുകൾ എല്ലാ സ്ഥലത്തും ഉണ്ടായി. ആ എതിർപ്പുകളുടെ മുന്നിൽ അവിടെ തലകുനിച്ച് പുറകോട്ട് പോകാതെ തലയുയർത്തി പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയി എന്നുള്ളതാണ്. വരണം എന്ന് തന്നെയാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം ആളുകളും ചിന്തിക്കുന്നത്. ആ 3ാം ഗവൺമെൻറ്റിനെ കൊണ്ടുവരാനുള്ള പോരാട്ടത്തിലും വാമനൻ സഖാവിൻ്റെ ഓർമ്മ നമുക്കെപ്പോഴും വഴികാട്ടിയായി ഉണ്ടാകണം. വാണിയംകുളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന യോഗത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MR മുരളി അധ്യക്ഷനായി. വാമനൻ പഠന കേന്ദ്രം ചെയർമാൻ KP സുധീർ സ്വാഗതം പറഞ്ഞു. S അജയകുമാർ, ജില്ലാ കമ്മിറ്റി അംഗം M ഹംസ, ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ്, K ഭാസ്കരൻ, K ഗംഗാധരൻ, ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം 2 വ്യത്യസ്ത വിഷയങ്ങളിൽ സെമിനാറുകൾ നടന്നു. പ്രാദേശിക ബദലും പ്രയോഗവും എന്ന വിഷയത്തിൽ പ്രൊഫസർ C രവീന്ദ്രനാഥും ദേശീയതയുടെ വർത്തമാനം എന്ന വിഷയത്തിൽ പ്രൊഫസർ M നാരായണനും വിഷയാവതരണം നടത്തി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂളികളായി മാറി. മുൻ പോലീസ് സേന മികച്ചതായിരുന്നു. എന്നാൽ ഇപ്പോൾ പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും നീക്കം ചെയ്യണമെന്നും ചെന്നിത്തല തൃശൂരിൽ പറഞ്ഞു.
നയിക്കേണ്ടത്? ഒരിക്കലുമല്ല. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ്. പക്ഷെ 10 വർഷം കൊണ്ട് പിണറായി ഗവൺമെൻറ് നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ്. പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻ മൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു. ഇതാണ് ഏറ്റവും വലിയ ദുരന്തം. അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല. നടന്ന് പോലീസ് സ്റ്റേഷനിൽ പോകുന്നവൻ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥ കേരളത്തിൽ നിന്നുള്ളത്. അതുകൊണ്ടാണ് സനീഷ് കുമാർ MLA-യും അതോടൊപ്പം തന്നെ അഷ്റഫ് MLA-യും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ്. കുന്നംകുളത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ സുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം. ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല. അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത്. 15 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച കുഴൽമന്നം പഞ്ചായത്തിലെ ഒടുവൻകാട് റോഡ് നാടിന് സമർപ്പിച്ചു. പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK ദേവദാസ് റോഡ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്തിലെ 3-ാം വാർഡിൽ പണി പൂർത്തീകരിച്ച ഒടുവൻകാട് റോഡാണ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത്. 3 ഘട്ടങ്ങളിലായി 15 ലക്ഷം രൂപ വകയിരുത്തിയാണ് പണി പൂർത്തീകരിച്ചത്. S. സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. കുഴൽമന്ദം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി നാരായണൻ, പഞ്ചായത്ത് അംഗം കൗസല്യ എന്നിവർ സംസാരിച്ചു. P. പങ്കജാക്ഷൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. സർക്കാർ വനിതാ ശിശുവികസന വകുപ്പും ICDS ഒറ്റപ്പാലം അഡീഷണലും സംയുക്തമായി ഷൊർണൂർ നഗരസഭാതല ന്യൂട്രീഷൻ എക്സിബിഷൻ സംഘടിപ്പിച്ചു. പോഷന്മ എന്ന പേരിൽ നടത്തിയ എക്സിബിഷൻ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ബുധനാഴ്ച രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയായിരുന്നു എക്സിബിഷൻ. നഗരസഭാ പരിധിയിൽ വരുന്ന അംഗനവാടികളിൽ നിന്നുള്ള 100ഓളം രക്ഷിതാക്കളാണ് എക്സിബിഷനിൽ പങ്കെടുത്തത്. 150ഓളം പോഷകാഹാര വിഭവങ്ങളാണ് രക്ഷിതാക്കളുടെ നേതൃത്വത്തിൽ പോഷന്മ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചത്. കൂടുതലും അമൃതം പൊടി ഉപയോഗിച്ച് തയ്യാറാക്കിയ പോഷകാഹാരങ്ങളായിരുന്നു. നേരത്തെ എക്സിബിഷൻ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് ഈ വാരാചരണത്തിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അത് വളരെ ഫലപ്രദമായിട്ട് നടപ്പിലാക്കി. സാധാരണ നിലയിൽ ഇങ്ങനൊരു പ്രദർശനം മാത്രം പോരാ, അതിനപ്പുറം വീടുകളിൽ കുട്ടികൾക്ക് അത്തരമൊരു ശീലത്തിലേക്ക് വരാനുള്ള പ്രചോദനം ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒരു പ്രദർശനവും അതിൻ്റെ ഭാഗമായിട്ടുള്ള നല്ല ഒരു പ്രചരണവും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്നു. ചടങ്ങിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിന്ധു അധ്യക്ഷയായിരുന്നു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ KM ലക്ഷ്മണൻ, K കൃഷ്ണകുമാർ, ഫാത്തിമത്ത് ഫർസാന, ഹസീന അഷ്റഫ് എന്നിവർ സംസാരിച്ചു. CDPO ശാന്തകുമാരി സ്വാഗതവും ICDS സൂപ്പർവൈസർ AM ബിദ്ദുമോൾ നന്ദിയും പറഞ്ഞു. പോഷകാഹാരക്കുറവ് പരിഹരിക്കുന്നതിനും വനിതകൾ, കൗമാരക്കാർ, ശിശുക്കൾ എന്നിവരുടെ വളർച്ച, അനീമിയ തടയൽ എന്നിവയാണ് എക്സിബിഷൻ്റെ ലക്ഷ്യം. കവളർപ്പാറ 79-ാം നമ്പർ അംഗനവാടിക്കാണ് എക്സിബിഷനിൽ 1ാം സ്ഥാനം ലഭിച്ചത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. മൂർത്തിയെടുത്ത സുധാകരൻ നമ്പൂതിരിയെ ഗുരുവായൂർ മേൽശാന്തിയായി തെരഞ്ഞെടുത്തു. പാലക്കാട് സ്വദേശിയാണ്. ഒക്ടോബർ 1 മുതൽ 6 മാസത്തേക്കാണ് പുതിയ മേൽശാന്തിയെ തെരഞ്ഞെടുത്തത്. മേൽശാന്തി നിയമനത്തിന് യോഗ്യരായ 51 പേരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് സുധാകരൻ നമ്പൂതിരിയെ തെരഞ്ഞെടുത്തത്. കേരളത്തിലെ സമസ്ത മേഖലകളിലും അരാജകത്വം കൊടികുത്തി വാഴുകയാണെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. മുരളീധരൻ. അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ തൊഴിലാളി വഞ്ചന നയങ്ങൾക്കെതിരെ BMS നടത്തുന്ന പദയാത്രകളുടെ ഭാഗമായി പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ആരംഭിച്ച പദയാത്ര മേൽമുറിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു P. മുരളീധരൻ. ഇടത് ഗവൺമെന്റിന്റെ ജനദ്രോഹ തൊഴിലാളി വഞ്ചക നയങ്ങൾക്കെതിരെ BMS നടത്തുന്ന പഞ്ചായത്ത് തല പദയാത്രകളുടെ ഭാഗമായാണ് പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പദയാത്ര ആരംഭിച്ചത്.
പരമ്പരാഗത മേഖലയിൽ 5 ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടമായി എന്ന് പറഞ്ഞത് CPI ആണ്. കേരളത്തിൽ സ്വകാര്യ കരാർവൽക്കരണം തകൃതിയായി നടത്തുമ്പോഴാണ് തൊഴിലാളി സംഘടനകളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യിക്കുന്നത്. ചോദിക്കുമ്പോഴെല്ലാം പണം തരണം അല്ലെങ്കിൽ കടമെടുക്കാൻ അനുമതി തരണം എന്നാണ് കേരള സർക്കാർ ലൈൻ. കേരളത്തിന്റെ സകല സമ്പത്തും മുടിക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്നും അഡ്വക്കേറ്റ് പി. മുരളീധരൻ പറഞ്ഞു. രജിസ്ട്രേഷൻ ഫീസ് വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറി. ഭൂനികുതി നിങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാവും. ഭൂനികുതി ഓരോ ഘട്ടത്തിൽ ആരോടും പറയാതെ വ്യത്യസ്തമായ സമയങ്ങളിൽ ഭൂനികുതി നല്ല രൂപത്തിൽ വർദ്ധിപ്പിച്ച ഒരു സംസ്ഥാനമായിട്ട് കേരളം മാറിയിരിക്കുകയാണ്. പലപ്പോഴും പല സമയങ്ങളിലായിട്ട് ഭൂനികുതി നല്ല രൂപത്തിൽ വർദ്ധിപ്പിച്ചു. അത്തരത്തിൽ നമുക്കറിയാം ഓരോ മേഖലകളിലും എല്ലാ സ്ഥലങ്ങളിലും മൃഗീയമായ രൂപത്തിൽ ടാക്സ് സംവിധാനം ചുമത്തിക്കൊണ്ട് ഇവിടുത്തെ സാധാരണ ജനവിഭാഗങ്ങളെ വലിയ ദരിദ്രത്തിലേക്ക് തള്ളി മാറ്റിക്കൊണ്ടുള്ള ഒരു ഭരണമാണ് കഴിഞ്ഞ 9 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ പഞ്ചായത്ത് സംവിധാനം. സാധാരണ ഒരു തൊഴിലാളി അവനൊരു വീട് വെക്കണം. ഒരു വീട് വെക്കണമെങ്കിൽ കഴിഞ്ഞ കാലം അത്രയും ഏകദേശം 1000 രൂപ ഫീസ് അടക്കണം. ഒരു പെർമിറ്റ് പാസ്സാകണമെങ്കിൽ 1000 രൂപ ഫീസ് അടക്കേണ്ട കേരളത്തിലെ പഞ്ചായത്ത് ഓഫീസുകളിൽ കഴിഞ്ഞ 2 വർഷം മുമ്പേ 1000 അടക്കേണ്ട ഫീസ്, പെർമിറ്റ് ഫീസ് 50,000 രൂപയിലേക്ക് ഉയർത്തിയ ഒരു സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. മേഖലാ പ്രസിഡന്റ് M. ദണ്ഡപാണി അധ്യക്ഷത വഹിച്ചു. ഉദ്ഘാടനത്തിനു ശേഷം ജാഥ ക്യാപ്റ്റൻ S. രാജേന്ദ്രന് പതാക കൈമാറി. പദയാത്രയ്ക്ക് B. വിജയരംഗം, ഗുരുവായൂർ കുട്ടി, രാസുട്ടി, അർജുൻ, രാജേഷ്, മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കല്ലൂർ മാങ്കുറിശി പാതയിൽ ട്രാൻസ്ഫോമറുകൾക്ക് കൈവരി സ്ഥാപിച്ച് സുരക്ഷ ഏർപ്പെടുത്തണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാതയോരത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ കാൽനടയാത്രക്കാർ ഉൾപ്പെടെ ഇവ ഭീഷണിയാണ്. പാതയിലും കൈവഴികളിലും കയ്യെത്തും ദൂരത്താണ് ഇവ സ്ഥാപിച്ചിട്ടുള്ളത്. കല്ലൂരിലുള്ള ട്രാൻസ്ഫോമറിന് ചുറ്റും വേലിയില്ല. കാൽനടയാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും ഭീഷണിയാണെന്ന് പരിസ്ഥിതി പ്രവർത്തകൻ KK റഹ്മാൻ പറഞ്ഞു. പറളി KSEBയുടെ കീഴിലാണ് ഈ ട്രാൻസ്ഫോമറുകൾ. സുരക്ഷാ വേലി കെട്ടണമെന്നാണ് ആവശ്യം. റോഡോരത്ത് 2 ട്രാൻസ്ഫോമർ ഉണ്ട്. ഇത് അപകട ഭീഷണിയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ തർക്കശ്ശേരി സർവീസ് ബാങ്കിന് സമീപം മറ്റൊരു ട്രാൻസ്ഫോമർ ഉണ്ട്. ഇതെല്ലാം അപകട ഭീഷണിയാണ്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. ഷൊർണൂരിൽ ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണത്തിന്റെയും പദ്ധതി പ്രവർത്തികൾക്ക് വെള്ളിയാഴ്ച തുടക്കമാകും. ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാനമായ പ്രൊജക്ടാണിത്. 20 കോടി രൂപയുടെ പദ്ധതിക്ക് ആദ്യഘട്ട പ്രവർത്തികൾക്കായി ഇതിനകം 5 കോടി രൂപ ലഭിച്ചു. ഷൊർണൂർ നഗരസഭയുടെ സുപ്രധാന പ്രൊജക്ടുകളൊന്നാണ് ഭാരതപ്പുഴ പുനരുജ്ജീവനവും സൗന്ദര്യവൽക്കരണവും. ഏതാണ്ട് 20 കോടി രൂപയാണ് പദ്ധതിക്കായി വരുന്നത്. ആദ്യഘട്ട പ്രവൃത്തികൾക്കായി ഇതിനകം 5 കോടി രൂപ ലഭിച്ചു കഴിഞ്ഞതായും വെള്ളിയാഴ്ച പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുമെന്നും നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് STVയോട് പറഞ്ഞു. അതിൻ്റെ ആദ്യഘട്ടത്തിൽ 5 കോടി കിട്ടി. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ കാലിക്കറ്റ് NIT DPR എല്ലാം തയ്യാറാക്കി. അതനുസരിച്ച് കൊണ്ടുള്ള പ്രവൃത്തിയുടെ ഉദ്ഘാടനം നേരത്തെ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. അത് പ്രവൃത്തി ആരംഭിക്കുകയാണ് ഈ വരുന്ന വെള്ളിയാഴ്ച. റിജുവിനേഷൻ പ്രോജക്റ്റിന്റെ ബ്യൂട്ടിഫിക്കേഷൻ പ്രോജക്റ്റിന്റെ പ്രവൃത്തി ആരംഭിക്കുകയാണ്. ഒരു നഗരസഭയെ സംബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട പ്രോജക്റ്റാണ്. അപ്പം അതിന് തുടക്കം കുറിക്കുന്നു എന്നുള്ളത് നമുക്ക് ഷൊർണൂരുകാർക്ക് ഏറെ അഭിമാനിക്കാൻ കഴിയുന്ന ഒന്നാണ് എന്നതാണ്. കാലിക്കറ്റ് NIT ആണ് പദ്ധതിയുടെ DPR തയ്യാറാക്കിയത്. ഇതനുസരിച്ച് ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് ആദ്യവാരത്തിൽ പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചിരുന്നു. ഭാരതപ്പുഴ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഷൊർണൂർ നഗരസഭയുടെ പ്രധാന പ്രൊജക്റ്റ് കൂടിയാണിത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം. 80 മുതൽ 100 യൂണിറ്റ് വരെ ശേഖരിക്കാനുള്ള സജ്ജീകരണം ബ്ലഡ് ബാങ്കിൽ ഉണ്ട്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തുന്ന അനേകം രോഗികൾക്ക് ആശ്വാസമാകും. MLA ഫണ്ടിൽ നിന്നും 73.51 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ബ്ലഡ് ബാങ്ക് നിർമ്മിച്ചിരിക്കുന്നത്. ഒറ്റപ്പാലത്തെ ജനങ്ങളുടെ ചിരകാല സ്വപ്നങ്ങളിലൊന്നാണ് താലൂക്ക് ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ആരംഭിക്കുക എന്നത്. നിലവിൽ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന രോഗികൾക്ക് ദാതാക്കളിൽ നിന്നും രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ സ്വകാര്യ ആശുപത്രികളിലെ രക്തബാങ്കുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഇനി അത് വേണ്ടിവരില്ല.
ബുധനാഴ്ച നടത്തിയ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയായി. ബ്ലഡ് സർവീസ് കേരളയിലെ 6 അംഗങ്ങളാണ് ട്രയൽ റണ്ണിൽ പങ്കെടുത്തത്. നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, വൈസ് ചെയർമാൻ കെ രാജേഷ്, ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ഫൗസിയ ഹനീഫ, കൗൺസിലർമാരായ കല്യാണി, സി സജിത്ത് എന്നിവർ ട്രയൽ റൺ സമയം സ്ഥലത്തുണ്ടായിരുന്നു. ആശുപത്രിയുടെ നിലവിലുള്ള കെട്ടിടത്തിൽ ബ്ലഡ് ബാങ്കിന് ആവശ്യമായ എല്ലാ മെഷീനുകളും തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനായുള്ള ജീവനക്കാരെയും നിയമിച്ചു. രക്തത്തോടൊപ്പം രക്തഘടകങ്ങളായ പ്ലേറ്റ്ലെറ്റ്സ്, പ്ലാസ്മ എന്നിവ സൂക്ഷിക്കുന്നതിനും രോഗികളുടെ ആവശ്യത്തിനുമനുസരിച്ച് വിതരണം ചെയ്യുന്നതിനുള്ള സൗകര്യവും ബ്ലഡ് ബാങ്കിലുണ്ടാകും. 24 മണിക്കൂർ പ്രവർത്തന സജ്ജമാണ് നിലവിലെ ബ്ലഡ് ബാങ്ക്. ജില്ലാ ആശുപത്രിയിലും മണ്ണാർക്കാട് താലൂക്ക് ആശുപത്രിയിലുമാണ് സർക്കാർ മേഖലയിൽ നിലവിൽ ബ്ലഡ് ബാങ്ക് സൗകര്യമുള്ളത്. ഒറ്റപ്പാലത്ത് ഈ സൗകര്യം വരുന്നതോടെ ഒറ്റപ്പാലം താലൂക്കിലെയും പട്ടാമ്പി തുടങ്ങിയ സമീപ പ്രദേശങ്ങളിലെയും ജനങ്ങൾക്ക് ഗുണപ്രദമാകും. ക്യാമ്പുകൾ സംഘടിപ്പിച്ചാൽ 50 യൂണിറ്റ് വരെ ബ്ലഡ് ശേഖരിക്കാനുള്ള സംവിധാനവും പുതിയ ബ്ലഡ് ബാങ്കിലുണ്ട്. ട്രയൽ റൺ വിജയകരമായതിനാൽ ഉടൻ തന്നെ ബ്ലഡ് ബാങ്ക് പൂർണ്ണതോതിൽ പ്രവർത്തനം ആരംഭിക്കുമെന്നും താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിജിൻ ജോൺ ആളൂർ പറഞ്ഞു. നമുക്കിന്ന് നമ്മുടെ ബ്ലഡ് ബാങ്കിൻ്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തീകരിച്ചു. ആദ്യഘട്ടത്തിലെ ട്രയൽ റണ്ണിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് ഡോണേഴ്സ് അസോസിയേഷൻ്റെ 6 പേരാണ് നമ്മളിന്ന് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഈ ട്രയൽ റൺ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഘട്ടത്തിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മുടെ ബ്ലഡ് ബാങ്ക് പ്രവർത്തനക്ഷമമാക്കാൻ സാധിക്കും. നിലവിൽ നമുക്കൊരു 80 മുതൽ 100 പേരെ ബ്ലഡ് സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് നമ്മുടെ ഹോസ്പിറ്റലിലുള്ളത്. നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ആശുപത്രിയിൽ ഫെറസിസ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ കൂട്ടിക്കൊണ്ടുവരാനുള്ള കാര്യങ്ങളായിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ബഹുമാനപ്പെട്ട MLA MP അതുപോലെ ഭരണസമിതി, നഗരസഭാ ഭരണസമിതിയൊക്കെ നമ്മുടെ കൂട്ടായിട്ടുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളിലും ബ്ലഡ് ബാങ്ക് സുസജ്ജമാണ്. ജീവനക്കാരും ആവശ്യത്തിന് ജീവനക്കാരെല്ലാം 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ഒരു ബ്ലഡ് ബാങ്ക് ആയിട്ടാണ് നമ്മളിതിനെ വിഭാവനം ചെയ്യുന്നത്. ജനങ്ങളുടെ ദീർഘകാലത്തെ ആവശ്യം സാക്ഷാത്കരിക്കാൻ പ്രയത്നിച്ച എല്ലാവരോടും നന്ദിയുണ്ടെന്ന് ബ്ലഡ് സർവീസ് കേരളയിലെ അംഗങ്ങൾ പറഞ്ഞു. നമ്മുടെയൊക്കെ ഒരു സ്വപ്നമായിരുന്നിട്ടുള്ള ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയുടെ ഒരു ബ്ലഡ് ബാങ്ക്, അത് നമുക്കിന്ന് ഒരു ട്രയൽ റണ്ണോട് കൂടിയിട്ട് നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് ഇവിടെ. അങ്ങനെ അതിന് ഒരുപാട് പേരുടെ പ്രയത്നങ്ങളായിട്ട് പിന്നിലുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇത്തരത്തിൽ സാധാരണക്കാരനുണ്ടാകുന്ന രീതിയിൽ നമുക്കൊരു ബ്ലഡ് ബാങ്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചതിൽ പ്രയത്നിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലിംഗ വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP പറഞ്ഞു. എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടെന്നും സുരേഷ് ഗോപി തൃശൂരിൽ പറഞ്ഞു. 14 ജില്ലയിലും താൻ പോകും. ഇത് തടയാൻ പറ്റില്ല. അവിടെയും ഇവിടെയും തെന്നിത്തെറിച്ച് കിടക്കുന്ന പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി ഇത് തടയാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അത് നടപടിയെടുക്കാൻ വേണ്ടി കൊടുത്തു. പഞ്ചായത്ത് അതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം ചെയ്യേണ്ടതുണ്ട്. അതും അവിടെ വ്യക്തമായി. അത് ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പഞ്ചായത്തിനെ കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മര്യാദയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള മിടുക്ക് ആ സഭയിൽ ഉള്ളവർക്ക് ഉണ്ടാവണമെന്നുള്ള വിളംബരവും നടത്തിയിട്ടാണ് പോയത്. ഇതാണ് മറ്റവരെ ഇത്തിരി അസുഖം അവർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിന് തുടർന്നാൽ ഇതിന് ഞാൻ 14 ജില്ലയിലേക്കും പോകുന്നുണ്ട്. ഇത് തടയാൻ ആർക്കും പറ്റില്ല. ഇതൊരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക്, ഒരു മന്ത്രി എന്ന നിലയ്ക്ക് എൻ്റെ അവകാശമാണ്. ഞാനത് ചെയ്തുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അവിടെ ഇവിടെയും തന്നെയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പഴകളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരിക്കലും വിചാരിക്കില്ല, നടക്കില്ല. കേട്ടോ? MP സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. സിനിമയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല എന്നാണ് മറ്റൊരു ആരോപണം. എന്തിന് സിനിമയിൽ നിന്ന് ഇറങ്ങണം? സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ലെന്നും ഭരത് ചന്ദ്രന് ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും അതുണ്ടെന്നും സുരേഷ് ഗോപി. അതിനൊക്കെയുള്ള ചങ്കുറപ്പ് ഭരത്ചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. ഈ സിനിമയിൽ ഇറങ്ങിയിട്ടില്ല, അതാണ് വേറെ. എന്തിന് സിനിമയിൽ ഇറങ്ങണം? സിനിമയിൽ ജനങ്ങൾ കൈയടിച്ച ആ പടം 100 ദിവസമൊക്കെ അന്ന് ഓടിയിട്ടുണ്ടെങ്കിൽ, അങ്ങനത്തെ സിനിമകൾ ഓടിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ആവശ്യം അതാണ്. സിനിമയിൽ നിന്ന് ഇറങ്ങാൻ സൗകര്യമില്ല. അങ്ങനെ തന്നെ അത് ജനപക്ഷമാണ്. എന്തൊക്കെയാണ് വൈപ്പിനിലെ കുടിപ്രശ്നം, കുടിവെള്ള പ്രശ്നം ചർച്ച ചെയ്തിട്ടില്ല, ചോദിച്ചിട്ടില്ല. സ്മാർട്ട് സിറ്റിക്ക് വേണ്ടി നിങ്ങൾ 400 ചില്ലാനം കോടി അവിടെ ചെലവാക്കുന്നു. തുച്ഛമായ കോടികൾ മതി വൈപ്പിനിലുള്ളവർക്ക്. ഇത് പറഞ്ഞ രാഷ്ട്രീയമാകും. അത് രാഷ്ട്രീയ വികസനത്തിന്റെ ഭാഗമാണ്. അതിൽ സിനിമ ഭാഗമാക്കാവുന്ന. പക്ഷെ അതുപോലും അവരെ പ്രചോദിപ്പിച്ചിട്ടില്ല, അല്ലേ? അവർ
അവർക്ക് നിവേദനം വേണം, അത് നിഷേധിക്കപ്പെടണം എങ്കിൽ മാത്രമേ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി അതൊക്കെ അവർ ചെയ്തോട്ടെ, നല്ലതാണ്. ആ വേലായുധൻ ചേട്ടന് ഒരു വീട് കിട്ടിയതിൽ സന്തോഷമാണ്, നല്ല കാര്യം. ഇനിയും ഞാൻ ഇതുപോലെ വേലായുധൻ ചേട്ടന്മാരെ അങ്ങോട്ട് അയക്കും. പാർട്ടി അങ്ങോട്ട് തയ്യാറെടുത്തിരുന്നോളൂ. ഞാനൊരു ലിസ്റ്റ് അങ്ങ് പ്രഖ്യാപിക്കും, കേട്ടോ. ഒരു ചേട്ടന് വീട് കിട്ടിയല്ലോ, സന്തോഷമുണ്ട്. വേലായുധൻ ചേട്ടന്മാരെ ഇനിയും അങ്ങോട്ട് അയക്കും. പാർട്ടിയെ കൊണ്ട് നടപടിയെടുപ്പിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 75ാം ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായി പാലക്കാട് നഗരത്തിൽ ലഡ്ഡു വിതരണം നടത്തി. BJP ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിതരണം. രാജ്യം കണ്ട വികസന ശില്പിയാണ് മോദിയെന്ന് പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ പറഞ്ഞു. മോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷമാണ് വികസനം യാഥാർത്ഥ്യമായത്. രാജ്യം ലോകങ്ങൾക്ക് മുൻപിൽ കൈകൂപ്പി നിന്ന കാലം മാറി. ഭീകരരെയും ഇവരെ വളർത്തുന്ന രാജ്യത്തിന്റെ ശത്രുരാജ്യത്തെയും വരുതിയിൽ നിർത്തിയത് മോദിയുടെ കഴിവാണെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ലോകാരാധ്യനായ ഭാരത പ്രധാനമന്ത്രിയുടെ 75ാം ജന്മദിനത്തോടനുബന്ധിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ പാലക്കാട് മേലാമുറി പച്ചക്കറി മാർക്കറ്റിന് മുൻവശം മധുരപലഹാര വിതരണമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്തിന് മുഴുവൻ ആരാധനാമൂർത്തിയായി മാറുന്ന രീതിയിൽ ലോകാരാധനായ ഭാരത പ്രധാനമന്ത്രി മറ്റു രാജ്യങ്ങളിലെ സാധാരണക്കാർ പോലും ഉറ്റുനോക്കുന്ന തരത്തിൽ ഭാരതത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ എത്തിക്കുന്നതിൽ മോദിജിയുടെ പങ്ക് വളരെ വലുതാണ്. അദ്ദേഹത്തിൻ്റെ ജന്മദിനം ലോകം മുഴുവൻ വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിലെമ്പാടുമുള്ള ഗ്രാമാന്തരങ്ങളിൽ മോദിജിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് വിവിധങ്ങളായ സേവന പരിപാടികളും വലിയ ജനക്ഷേമ പരിപാടികളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കൗൺസിലർമാരായ ശിവരാജൻ, ബേബി, സജിത സുബ്രഹ്മണ്യൻ, മണ്ഡലം ഭാരവാഹികളായ സുനിൽ, ശിവഗിരി, ജെനി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ മദ്യലഹരിയിൽ റോഡരികിൽ കിടന്നുറങ്ങിയ ആൾക്കുനേരെ ക്രൂരത. ഹൃദ്രോഗിയും പട്ടികജാതിക്കാരനുമായ വയോധികന്റെ ശരീരത്തിലേക്ക് അജ്ഞാതർ തിളച്ച വെള്ളം ഒഴിച്ചു. പൊള്ളലേറ്റ തെക്കുംകര സ്വദേശി PV ശശി ആശുപത്രിയിൽ ചികിത്സയിലാണ്. പരാതി നൽകിയിട്ടും വടക്കാഞ്ചേരി പോലീസ് കേസെടുത്തില്ലെന്ന് ബന്ധുക്കളുടെ പരാതി. തെക്കുംകര എങ്കക്കാട് സ്വദേശിയായ 62 വയസ്സുകാരൻ PV ശശിയാണ് ക്രൂരതയ്ക്ക് ഇരയായത്. ഇക്കഴിഞ്ഞ തിരുവോണ ദിവസം സുഹൃത്തുക്കൾക്കൊപ്പം മദ്യപിച്ച ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടെയായിരുന്നു സംഭവം. ആരോഗ്യ പ്രശ്നങ്ങളും മദ്യപിച്ചതുകൊണ്ട് ഉണ്ടായ ക്ഷീണവും മൂലം വീടിന് സമീപത്തെ നടപ്പുവഴിയിൽ ശശി ബോധരഹിതനായി വീണു. പിന്നീട് ചില നാട്ടുകാർ അറിയിച്ചതറിഞ്ഞ് ബന്ധുക്കളും അയൽവാസികളും എത്തി പരിശോധിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ പൊള്ളലേറ്റ നിലയിൽ കണ്ടെത്തിയത്. ഇരുകാലുകൾക്കും പുറകിൽ പൊള്ളലേറ്റ് ത്വക്ക് വേർപെട്ട ശശിയെ ആദ്യം വടക്കാഞ്ചേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഡിസ്ചാർജ് വാങ്ങി വീട്ടിലെത്തിയെങ്കിലും തൊട്ടടുത്ത ദിവസം അണുബാധയുണ്ടാവുകയും പൊള്ളലേറ്റ മുറിവുകൾ വ്രണമായി മാറുകയും ചെയ്തു. ഇതിന് പിന്നാലെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹം ഇപ്പോൾ ICU വാർഡിൽ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. അതേസമയം ശശിയുടെ ശരീരത്തിൽ 18% പൊള്ളലേറ്റിട്ടുണ്ടെന്നും ചൂടുവെള്ളം പോലുള്ള ദ്രാവകം ഒഴിച്ചതിന് സമാനമായ പൊള്ളലാണ് ഇതെന്നുമാണ് ഡോക്ടർ ബന്ധുക്കളെ അറിയിച്ചത്. ഇക്കാര്യവും സംഭവത്തിലെ ദുരൂഹതയും ചൂണ്ടിക്കാട്ടി വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയെങ്കിലും യാതൊരു തുടർ നടപടിയും ഉണ്ടായില്ലെന്ന് ബന്ധുക്കൾ പറയുന്നു. സ്ഥിരമായി മദ്യപിക്കുന്ന ശീലമുണ്ടെങ്കിലും ശശി മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആളല്ലെന്നും ബോധപൂർവം ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ മറ്റാരെങ്കിലും ചൂടുവെള്ളം ഒഴിച്ചതാകാൻ ഇടയേണ്ടെന്നുമാണ് നാട്ടുകാരുടെ ആരോപണം. നിർധന കുടുംബാംഗമായ ശശി ചികിത്സയ്ക്കായി വലിയ ബുദ്ധിമുട്ടാണ് നേരിടുന്നത്. ഇതിനെ തുടർന്ന് നാട്ടുകാർ പിരിവെടുത്ത് ചെറിയ തുക സംഭാവന ഇതിനോടകം കുടുംബത്തിന് നൽകിയിട്ടുണ്ട്. അതേസമയം ആശുപത്രിയിൽ നിന്ന് ലഭിച്ച ഇൻറ്റിമേഷൻ അനുസരിച്ച് പ്രാഥമിക അന്വേഷണം നടക്കുകയാണെന്നും തുടർ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുമെന്നുമാണ് വടക്കാഞ്ചേരി പോലീസിന്റെ വിശദീകരണം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരളത്തിന്റെ തൊഴിലാളി ദിനമായി ആചരിക്കേണ്ടത് വിശ്വകർമ്മ ദിനമാണെന്ന് ഡോക്ടർ ശ്യാം ചൈതന്യ. സർഗാത്മകമായ സൃഷ്ടികൾ രൂപപ്പെട്ടത് വിശ്വകർമ്മത്തിലൂടെയാണെന്നും അദ്ദേഹം പറഞ്ഞു. പാലക്കാട്ട് വിശ്വകർമ്മ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ വിശ്വകർമ്മ ദിനാചരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ശ്യാം ചൈതന്യ. സാമൂഹികപരമായും കലാപരമായും വിശ്വകർമ്മജർ നൽകിയ സംഭാവനകൾ അവഗണിക്കാനാകില്ല. യന്ത്രനിർമ്മിതികളേക്കാൾ മഹത്തരമായ സൃഷ്ടികളുടെ പിതാമഹന്മാരായി അറിയപ്പെടുന്നത് വിശ്വകർമ്മജരാണ്. ലോകത്തെ യന്ത്രം കീഴടക്കിയതോടെ വിശ്വകർമ്മജർ പിന്തള്ളപ്പെട്ടു. പാരമ്പര്യ ശില്പികൾ എന്ന നിലയിൽ വിശ്വകർമ്മജർ എല്ലാ നിലയിലും സുരക്ഷിതരാക്കപ്പെടണമെന്നും ശ്യാം ചൈതന്യ പറഞ്ഞു. ഒട്ടനവധി ആൾക്കാർ നമ്മുടെ പൂർവികരായിട്ടുള്ള അറിഞ്ഞോ അറിയാതെ ആൾക്കാർ നമ്മുടെ കുലത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും ഡീറ്റെയിൽസും തരാണ്ട് ഞങ്ങളിപ്പോൾ കേന്ദ്ര സർക്കാരിനാണ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കേന്ദ്ര സർക്കാരിലേക്ക് നമ്മൾ എത്തിക്കാനും കേരളത്തിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രിക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യവും നമ്മൾ ഫയൽ ചെയ്തിട്ടാണ് നമ്മുടെ കഴിഞ്ഞ മെയ് 3-ാം തീയതി കേരള ഗവർണർ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ വന്ന് 11 പുരസ്കാരങ്ങൾ നമ്മൾ കൊടുക്കാറുണ്ട് എല്ലാ വർഷവും. 11 പുരസ്കാരവും പുരസ്കാര ദക്ഷിണ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ 10,000 രൂപയാണ് കൊടുക്കുന്നത്.
അപ്പോൾ അത്തരത്തിൽ നമുക്ക് തോൽപ്പാവത്തിൻ്റെ പൂർവിക ആചാരം എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ചെമ്പൈ വൈദ്യനാഥൻ, എം എസ് വിശ്വനാഥൻ, എൻ ടി രാമനാഥൻ, പി ലീല, പാലക്കാട് മണിയേരൻ, ആദ്യത്തെ പ്ലേബാക്ക് സിംഗർ പാലക്കാട്ടുകാരെയാണ്. മുതിർന്ന അംഗങ്ങളെയും പഠനത്തിൽ വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും ചടങ്ങിൽ ആദരിച്ചു. പ്രസിഡന്റ് കെ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി ടി മനോജ്, വി വിനോദ്, എം ഗണേഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ 1,46,673 വോട്ടുകളാണ് കൂടിയിരിക്കുന്നത്. ഏതാണ്ട് 10.99% വർധനവ്. സുരേഷ് ഗോപി വിജയിച്ചതാകട്ടെ 74,686 വോട്ടിന്. ഈ പുതിയ 1,00,000 വോട്ടുകൾ എങ്ങനെ വന്നുവെന്ന് തൃശൂർ അതിരൂപത മുഖപത്രം കത്തോലിക്ക സഭയിലെ ലേഖനം ചോദിക്കുന്നു. തൃശൂരിന് പുറത്തുള്ള 1,00,000-ഓളം ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരികെയാണ് ഈ വിജയം നേടിയതെന്ന് കത്തോലിക്ക സഭയിലെ ലേഖനം ആരോപിക്കുന്നു. UDF-ന്റെയും LDF-ന്റെയും മണ്ഡലത്തിലെ സംഘടനാ ദൗർലഭ്യം മനസ്സിലാക്കി RSS നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ വോട്ടുകൊള്ള എന്ന് ആരോപണം. വോട്ടർ പട്ടികയിലെ ഈ കൊള്ള തിരിച്ചറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും സുരേഷ് ഗോപിയുടെ യാത്രകൾ RSS ആസൂത്രണം ചെയ്തു. ഇങ്ങനെ പുകമറ സൃഷ്ടിച്ച് ക്രിസ്ത്യൻ വോട്ടുകൾ BJPക്ക് മറിഞ്ഞുവെന്ന തെറ്റായ പ്രചരണം ഇപ്പോഴും RSS നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു. ചില മെത്രാന്മാരും സമുദായിക നേതാക്കന്മാരും RSSന്റെ കെണിയിൽ വീണും കാസ കുത്തിവെക്കുന്ന വിഷബീജത്തിന്റെ ഉറവിടം മനസ്സിലാക്കാതെയും പ്രവർത്തിക്കുന്നുണ്ട്. ഇവരോട് കഷ്ടം എന്നാണ് പറയാനുള്ളതെന്നും ലേഖനം വിമർശിക്കുന്നു. ഇതിനു പുറമെ കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിന് ദീപികയ്ക്ക് പിന്നാലെ തൃശൂർ അതിരൂപതയുടെ മുഖപത്രവും വിമർശനവുമായി രംഗത്തെത്തി. സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയ അന്ധതയാണെന്ന് കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം വിമർശിക്കുന്നു. ഇന്ത്യയിൽ ഇന്ന് നിരപരാധികളെ കുടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം. ഇതെടുത്ത് മിഷണറിമാർക്ക് നേരെ ഉപയോഗിക്കുകയാണെന്നും കത്തോലിക്ക സഭ വിമർശിക്കുന്നു. ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിവ്യവസ്ഥയും ദാരിദ്ര്യവും കാണാതെ മിഷണറിമാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നത് എന്തിനെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു. ഇതിനു പുറമെ ഒഡീഷയിലും ബജ്രംഗദളിന്റെ അഴിഞ്ഞാട്ടം എന്ന വാർത്തയാണ് കത്തോലിക്ക സഭ മാസികയുടെ പുതിയ ലക്കത്തിന്റെ ഒന്നാം വാർത്തയും. ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്താണ് കത്തോലിക്ക സഭ മാസിക പ്രസിദ്ധീകരിക്കുന്ന അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തൃശൂർ അതിരൂപത മുൻ മെത്രാപ്പൊലീത്ത മാർ ജേക്കബ് തൂങ്കുഴി കാലം ചെയ്തു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം. ബുധനാഴ്ച പുലർച്ചെ 2:50 അന്ത്യം. 1973 മാർച്ച് 1 മാർ ജേക്കബ് തൂങ്കുഴിയുടെ മെത്രാൻ പദവിയിലേക്കുള്ള വരവ്. താമരശ്ശേരിയിലും തൃശൂരിലുമായി ദീർഘകാലം രൂപതകളെ നയിച്ചു. തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പായി 1997 ഫെബ്രുവരി 15 ചുമതലയേറ്റു. സൗമ്യമായ സംഭാഷണവും ആത്മീയ തേജസ്സുമായി വിശ്വാസികളുടെ പ്രിയപ്പെട്ടവനായി മാറി. 2007 മാർച്ച് 18 ആർച്ച് ബിഷപ്പ് സ്ഥാനത്തുനിന്ന് വിരമിച്ചത്. ക്രിസ്തുദാസി സന്യാസി സമൂഹത്തിന്റെ സ്ഥാപക പിതാവാണ്. 93 വയസ്സിലും സഭാകാര്യങ്ങളിലും സേവനമേഖലയിലും സജീവമായിരുന്നു അദ്ദേഹം. കോട്ടയം ജില്ലയിലെ വിളക്കുമാടമാണ് സ്വദേശം. തൃശൂർ മൈനർ സെമിനാരിയിൽ വിശ്രമ ജീവിതത്തിലായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂർ സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. പ്രസിഡന്റ് കെ സേതലവി ഉദ്ഘാടനം ചെയ്തു. ഈ ബാങ്കിനെ ഇനിയും വലിയൊരു മുന്നേറ്റമുണ്ടാക്കാൻ പുതിയ മേഖലകളിലേക്ക് എത്തിച്ചേരുന്നതിന് പുതിയ നിർദ്ദേശങ്ങൾ ഇവിടെ പങ്കെടുത്തുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാവണം. ഞങ്ങളുടെ പോരായ്മകൾ നിങ്ങൾ തുറന്ന് ഞങ്ങളോട് പറഞ്ഞെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് തിരുത്തി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എല്ലാ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാവണമെന്ന് മാത്രം ഈ അവസരത്തിൽ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് യോഗത്തിൽ ബാങ്ക് സെക്രട്ടറി റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഗണേശൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സുഭാഷിണി, സുമലത, വിനോദിനി എന്നിവർ സംസാരിച്ചു. എം ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ സ്വാഗതവും കെ പ്രമോദ് കുമാർ നന്ദിയും പറഞ്ഞു. പൊറാട്ട് കലാകാരൻ മണ്ണൂർ ചന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അനിത, വൈസ് പ്രസിഡന്റ് OB സ്വാമിനാഥൻ, അബ്ദുൽ മുത്തലി, ജയശ്രീ, TR ശശി തുടങ്ങിയവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പത്രിപാല. ശാസ്ത്രം വളർന്നിട്ടും അന്ധവിശ്വാസങ്ങൾ വളരുന്നതിന് പിന്നിൽ മതസംഘടനകളാണെന്ന് ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം ദക്ഷിണ മേഖലാ പ്രസിഡന്റ് കെ മുരളീധരൻ പിള്ള. പാലക്കാട്ട് ഓൾ ഇന്ത്യ പ്രോഗ്രസീവ് ഫോറം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു രീതി ഈ അടുത്ത കാലത്തായിട്ട് വളരെ കൂടുതലായും കണ്ടുവരുന്നു. അത് ഏതൊക്കെ രീതിയിൽ മനുഷ്യൻ്റെ ജീവിതത്തെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള വികാസ പ്രക്രിയയൊക്കെ ബാധിക്കുന്നു എന്നുള്ളത് നമ്മളാണ്. ശാസ്ത്രബോധം ഇല്ലാത്തതാണോ കുഴപ്പം എന്ന് ചോദിച്ചാൽ ഇല്ലാത്തതല്ല. ശാസ്ത്രബോധമുണ്ട്.
പക്ഷെ ശാസ്ത്രബോധം ഉള്ളവരിൽ പോലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ രൂഢമൂലമാക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നുണ്ടാകും. അതിൽ കൺവീനർ നാദിദാസ് അധ്യക്ഷത വഹിച്ചു. ദക്ഷിണമേഖലാ സെക്രട്ടറി SM നജീബ് മുഖ്യപ്രഭാഷണം നടത്തി. SPTRA അഖിലേന്ത്യാ പ്രസിഡന്റ് KS കൃഷ്ണ, C തങ്കപ്പൻ, C ചന്ദ്രൻ, G മോഹനൻ, SV സുധാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ കൺവീനറായി K നാബിദാസ്, ജോയിന്റ് കൺവീനറായി C തങ്കപ്പനെയും 25 പേർ അടങ്ങുന്ന ജില്ലാ കമ്മിറ്റിയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. മാറ്റിനി മെഡിക്കൽ കോളേജുകളിൽ ഉൾപ്പെടെ ആരോഗ്യമേഖലയിൽ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിയമസഭാ ചോദ്യോത്തരവേളയിൽ ചർച്ചയായി പ്രതിപക്ഷം. സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് അച്ചാരം വാങ്ങിയവരാണ് സർക്കാർ ആശുപത്രികൾക്കെതിരെ പ്രചാരണം നടത്തുന്നതെന്ന വി ജോയിയുടെ പരാമർശം VD സതീശൻ ചോദ്യം ചെയ്തു. സർക്കാർ മെഡിക്കൽ കോളേജുകളെ സർക്കാർ ദുരവസ്ഥയിലാക്കിയത് സ്വകാര്യ ആശുപത്രികൾക്ക് ലാഭമുണ്ടാക്കുന്നതിനാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചിരിക്കുന്നു. ഈ വിഷയത്തിൽ നിങ്ങൾ എന്ത് കരുതുന്നു? മാറ്റിനിയിലേക്ക്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികൾ ഈ കേരള സംസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടാണ്. എന്നാൽ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്ന വിധത്തിലല്ല സ്വകാര്യ ആശുപത്രികളുടെ ചെലവുകൾ. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ടതായി കണക്കാക്കിയത് ഒന്ന് വിദ്യാഭ്യാസ മേഖലയും മറ്റൊന്ന് സർക്കാർ ആശുപത്രികളുമാണ്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ സർക്കാർ ആശുപത്രികളെയും സംരക്ഷിച്ചുകൊണ്ട് ജനങ്ങളെ പ്രൈവറ്റ് മേഖലയുടെ ചൂഷണത്തിൽ നിന്ന് രക്ഷിച്ച സർക്കാരാണിത്. പ്രതിപക്ഷ നേതാവ് വെക്കുന്ന വെടികളൊക്കെ അദ്ദേഹത്തിന് തന്നെ തിരിച്ചു കിട്ടും. അതാണ് കേരളത്തിൻ്റെ സ്വകാര്യ മേഖലയും പ്രതിപക്ഷവും തമ്മിലുള്ള സഹകരണത്തിൻ്റെ രഹസ്യങ്ങൾ. കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജും സർക്കാർ ഹോസ്പിറ്റലുകളും ദുരവസ്ഥയിലാണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് ഇന്നലെ നിയമസഭയിൽ പറഞ്ഞത്. അതിന് വളരെ അക്കമിട്ടുകൊണ്ട് കൃത്യമായി തെളിവോടുകൂടി ബഹുമാന്യയായ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് കൃത്യമായിട്ടുള്ള മറുപടി ഇന്നലെ നൽകിയിട്ടുണ്ട്. കേരളത്തിൽ, ഇന്ത്യയിൽ തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും അധികം ആരോഗ്യ മേഖലയിൽ എല്ലാ നമ്മുടെ നാടിന് അനുഭവപ്പെട്ട എല്ലാ കോവിഡ്, നിപ്പ പോലെയുള്ള എല്ലാ ദുരന്തങ്ങളെയും അതിജീവിച്ചുകൊണ്ട് സാധാരണ നിലയിലേക്ക് കൊണ്ടുവന്നത് ഈ സർക്കാരിൻ്റെ ഈ കാലത്താണ്. കഴിഞ്ഞ LDF സർക്കാരായാലും ഇപ്പോഴത്തെ LDF സർക്കാരായാലും ആ സർക്കാരിൻ്റെ കാലത്താണ് ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റം ആരോഗ്യ മേഖലയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് നഗ്നമായിട്ടുള്ളൊരു സത്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയുമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രതിപക്ഷ നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങൾ മറയ്ക്കാൻ വേണ്ടി ഓരോ ദുരാരോപണങ്ങൾ സർക്കാരിനെതിരെ പടച്ചുവിടുക എന്നുള്ള ഒരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇതിൽ പ്രതിപക്ഷ നേതാവിനുള്ളത് എന്നാണ് പറയാനുള്ളത്. അതൊക്കെ ജനങ്ങൾ, കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള നല്ല ജനങ്ങൾ അത് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിലെ സർക്കാരിനെയും ആരോഗ്യ മേഖലയെയും വിലയിരുത്തും എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട്ട് KSU നടത്തിയ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. മാർച്ച് നടത്തിയത് പോലീസ് പീഡനം ആരോപിച്ച്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. UDF അധികാരത്തിൽ വന്നാൽ ചില പോലീസുകാർ അഴിയെണ്ണിയും അലഞ്ഞുതിരിഞ്ഞും നടക്കേണ്ടി വരുമെന്ന് KPCC അംഗം റിജിൽ ചന്ദ്രൻ മാക്കുറ്റി. ഷൊർണൂർ കൊളപ്പള്ളി പാതയിലെ അറ്റകുറ്റപ്പണികളിൽ വലിയ അപാകതയെന്ന പരാതി. ആരോപണം ഉന്നയിച്ച് നഗരസഭ BJP കൗൺസിലർമാർ രംഗത്ത്. ഷൊർണൂരിലെ ജനങ്ങളോട് MLA മറുപടി പറയണം. പ്രവർത്തികൾ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് BJP നേതൃത്വം നൽകുമെന്നും മുന്നറിയിപ്പ്. LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ MP. കേരളം പട്ടിണിയില്ലാത്ത സംസ്ഥാനമായി മാറുമെന്ന പ്രഖ്യാപനം നവംബർ 1 നടക്കുമെന്നും MP. ജില്ലയിലെ മുതിർന്ന CPM നേതാവായ M വാമനന്റെ 11ാം ഓർമ്മദിനത്തിൽ വാണിയംകുളത്ത് വാമനൻ സ്മൃതി സംഘടിപ്പിച്ച് CPM. ഇടതു സർക്കാർ കേരളത്തെ സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നയിക്കുന്നുവെന്ന് BMS സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് P മുരളീധരൻ. തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നടപടികളാണ് ഇടതു സർക്കാർ നടപ്പാക്കുന്നതെന്നും P മുരളീധരൻ. ഇടതു സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി വഞ്ചന നയങ്ങൾക്കെതിരെ BMS ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത്, മുനിസിപ്പൽ തലങ്ങളിൽ പദയാത്ര. സുരേഷ് ഗോപി MP നിവേദനം വാങ്ങാത്ത സംഭവം. കൈപ്പിഴകൾ ഉയർത്തിക്കാട്ടി കലുങ്ക് വികസന സംവാദത്തിന്റെ പൊലിമ കുറയ്ക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് സുരേഷ് ഗോപി MP. എന്താണ് അധികാര പരിധിയിൽ വെച്ച് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് തനിക്ക് ധാരണയുണ്ടെന്നും
സുരേഷ് ഗോപി MP. 10 വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് പാർട്ടിക്കാരുടെ ഏറാം മൂളികളായി മാറി. പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല. സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല. ഒറ്റപ്പാലം താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ആരംഭിക്കുന്ന ബ്ലഡ് ബാങ്കിന്റെ ട്രയൽ റൺ വിജയകരം. ബ്ലഡ് ബാങ്കിൽ ബ്ലഡ് ശേഖരിക്കാനുള്ള സജ്ജീകരണം 80 മുതൽ 100 യൂണിറ്റ് വരെ. ബ്ലഡ് ബാങ്ക് യാഥാർത്ഥ്യമാകുന്നതോടെ ആശുപത്രിയിലെത്തുന്ന നിരവധി രോഗികൾക്ക് ആശ്വാസമാകും. ബ്ലഡ് ബാങ്ക് ഒരുക്കിയത് MLA ഫണ്ടിൽ നിന്നും 73.5 ലക്ഷം രൂപ ചെലവിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.